ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സൽ നൈറ്റിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ 3 മീറ്റർ തുണിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സൽ നൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് കണ്ണ് മുട്ടി ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടിങ് ഫുള്ളായിട്ട് കാണാം, വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഷെയർ ചെയ്യാൻ മറക്കരുത്, ആ ഒരു സപ്പോർട്ടെങ്കിലും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതേ ഇതിനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ശേഷം നമുക്ക് ലെങ്ത്ത് ഇതിന് 54 ഇഞ്ച് ലെങ്ത്ത് മതി. ലെങ്ത്ത് ഫുൾ വേണമെന്നുള്ളവർക്ക് ഈ നൈറ്റി ലെങ്ത്ത് ബിറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫുൾ ലെങ്ത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതായത് മേളിൽ നിന്നും താഴത്തേക്കോട് അപ്പടിയും അങ്ങോട്ട് എടുക്കാം, ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 54 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ലെങ്ത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പുറത്തടിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ലെങ്ത്തിലങ്ങ് അടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 54 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ശേഷം ഷോൾഡർ 7, ആം ഹോള് നോക്കിക്കോളൂ, ഷോൾഡർ 7, ആം ഹോൾ 7. അപ്പം നിങ്ങൾ ഈ ഒരു കണക്കുകൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എളുപ്പമാണ് നൈറ്റ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആം ഹോൾ 7 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആം ഹോൾ 7 മാർക്ക് ചെയ്തില്ലേ, അവിടെ നമുക്കൊരു 1 ഇഞ്ച് ഒന്ന് മേളിക്കായിട്ട് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഒന്ന് നമുക്ക് ചരിച്ച് മാർക്ക് ചെയ്യാനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ലൈനിൽ കൂടെ ജസ്റ്റ് 13 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ആം ഹോള് ഇതിൻ്റെ ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ചെസ്റ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ കൈക്കുഴിക്ക് 1 ഇഞ്ച് നമ്മൾ ചരിച്ച് വെട്ടിയില്ലേ, ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചരിച്ചെടുക്കാം. ഇത് കണ്ടോ, അതെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ശേഷം മേളിൽ നിന്നും 14 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക, ഷേപ്പിൻ്റെ ലെങ്ത് അറിയാനായിട്ട്. എന്നിട്ട് ഷേപ്പിൻ്റെ വണ്ണം നമ്മൾ ജസ്റ്റ് 13 ഇഞ്ചിലെടുത്ത്, അപ്പോൾ വേസ്റ്റ് നമുക്ക് 13 തന്നെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 12 എടുക്കാം, അല്ലെങ്കിൽ 12 എടുക്കാം. ഞാനിപ്പോൾ ഒരു 12 എടുക്കാനുണ്ട്. അപ്പോൾ 12 അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതങ്ങ് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമുക്കിത് ഇത് തുണിയുടെ എൻഡ് വശത്തേക്ക് അങ്ങോട്ട് നമ്മൾ ആ ഷേപ്പിന് ശേഷം നമ്മൾ അത് സ്കെയിൽ ചരിച്ച് വെച്ച് തുണിയുടെ എൻഡ് വശത്തേക്ക് അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം, ജോയിൻ ചെയ്യാം. അളവുകൾ മനസ്സിലായല്ലോ. 54 ഇഞ്ച് ലെങ്ത് എടുത്ത് ഷോൾഡർ 7, ആം ഹോൾ 7, ചെസ്റ്റ് 13, ബേസ്റ്റ് 12.5. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി അതങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ കാര്യം പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്, പിന്നെ നെക്കിൻ്റെ കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണ്ടേ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഷേപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. അപ്പോൾ ഇനി ശേഷം നമുക്ക് ഷോൾഡറും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വരച്ചതിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ കഴുത്തിൻ്റെ അകലം 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് വെക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഡിസൈനർ നെക്കായതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല, വരച്ച് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി, സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് വിട്ട ശേഷം ഉള്ള ലെങ്ത്ത് എടുക്കുമ്പോൾ 12 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 11 എടുത്താൽ മതിയാവും സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വണ്ണം എടുക്കാനായിട്ട്. അപ്പോൾ സ്ലീവിന് ഈ ഒരു പീസാണ്, അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്ലീവ് വേണം അത് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പോൾ എത്ര ലെങ്ത്തിൽ സ്ലീവ് വേണം എന്നുള്ളത് തീരുമാനിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 അല്ലെങ്കിൽ 7.5, 8 ഇഞ്ച് ലെങ്ത്ത് എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 7.25 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 7.25 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളതിൻ്റെ വണ്ണം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് 12-ന്ന് 11 എടുത്താൽ മതി. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ വണ്ണം. ശേഷം കൈൻ്റെ റൗണ്ട് 7.5 ഇഞ്ച് എടുക്കാനുണ്ട്. ഓക്കെ, ശേഷം ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവും റെഡിയാവും.
അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പെട്ടെന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഡിസൈൻ നെക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കട്ട് ചെയ്തൊക്കെ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചോളൂ. എക്സൽ നൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു അളവ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാ തുണികളും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം നല്ല രീതിക്ക് മടക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ പണിയായി പോവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്